നമസ്കാരം. ഗവർണർമാരുടെ വസതികൾ ഇന്ത്യയിലെങ്ങും രാജ്ഭവനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യം വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ, മുഖ്യമന്ത്രി എന്ന സംവിധാനം സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണത്തിന് ഉണ്ട്. അതിൻ്റെ മേലെ കേന്ദ്രം നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർമാരുണ്ട്. സാധാരണ ജനാധിപത്യം എന്ന് പറയുന്നത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടങ്ങളിൽ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ള ഗവർണർമാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ കാണുന്നത് തിരിച്ചാണ്. കേന്ദ്രം നിയോഗിക്കുന്ന, പ്രതിപക്ഷ ഇതര സംസ്ഥാനങ്ങളിൽ നിയോഗിക്കുന്ന ഗവർണർമാർ അവിടെ ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ അട്ടിമറിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കാണുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇപ്പോൾ അർലേക്കർ വരെ കേരളത്തിലെ ഗവർണർമാർ ഈ പരിപാടി നടത്തുന്നുണ്ട്. നാട്ടിലെ നിയമങ്ങൾ, ബില്ലുകൾ ഒക്കെ പിടിച്ചു വെക്കുക, ജനോപകാരപ്രദമായ നടപടികൾ റദ്ദാക്കുന്ന രീതിയിൽ അതിൽ ഒപ്പിടാതെ നിൽക്കുക എന്നൊക്കെയുള്ള വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ജനവിരുദ്ധമായ ഒരു കേന്ദ്രമായി ഈ ഗവർണർമാരുടെ ആസ്ഥാനം രാജ്ഭവനുകൾ മാറിയത്. അതിനെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയൊരു നീക്കമാണ് ഇപ്പോൾ രാജ്ഭവനുകൾ ഇനി മുതൽ ലോക് ഭവനുകൾ എന്നായി അറിയപ്പെടും. അതായത് രാജ്ഭവൻ അല്ല, ജനങ്ങളുടെ ഭവനാണ് എന്നുള്ള പേരുമാറ്റം. ആ പേരുമാറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യഘട്ടം, അതിൻ്റെ ബോർഡ് മാറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ബോർഡ് മാറ്റിയത് കൊണ്ട് ജനാധിപത്യ സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കും എന്നുള്ള ഭാവം വരില്ല. പകരം ജനാധിപത്യത്തിൻ്റെ നിയമങ്ങളെ, സംവിധാനങ്ങളെ, രീതികളെ ഒക്കെ പിന്തുടരുക എന്നുള്ളതാണ് പ്രധാനമായി വേണ്ടത്. ഈ ഘട്ടത്തിൽ ബോർഡ് മാറ്റിയത് കൊണ്ട് ഗവർണർമാരുടെ ഈ ഏകാധിപത്യ പരിപാടി, കേന്ദ്രത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ടുള്ള പരിപാടി ഇല്ലാതാകുമോ? ജനങ്ങളത് മറക്കുമോ? ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ജനങ്ങളുടേതാകുമോ? നയ, രീതി, സമീപനങ്ങളിലൊക്കെ മാറ്റം വരുത്തണ്ടേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഞാൻ 2 പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഭവനുകൾ ലോക് ഭവനുകളാകണമെങ്കിൽ, ജനങ്ങളുടെ ഭവനുകളാകണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ബില്ലുകളും നിയമങ്ങളും പിടിച്ചുവെച്ചുകൊണ്ട് ജനം തെരഞ്ഞെടുത്ത സർക്കാരുകളെ അട്ടിമറിച്ച് അതിനു മേലെ പറക്കുന്ന പരുന്തായി ഗവർണർമാർ, അർലേക്കർമാർ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പി ചിദംബരം മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനത്തിലെ പ്രധാന നിരീക്ഷണങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നടപ്പാകേണ്ട നിയമം കിടപ്പിലാകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ തലക്കെട്ട്. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കാൻ പ്രകടന പത്രികയിൽ പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിലെത്തുന്ന സർക്കാർ പാസ്സാക്കുന്ന നിയമം ഒപ്പിടാതെ പിടിച്ചുവെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഗവർണർമാരുടെ നീക്കത്തിനെതിരെയാണ് പി ചിദംബരം പ്രധാന നിരീക്ഷണങ്ങൾ നടത്തുന്നത്. അതിലെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് പരിശോധിക്കാം. ഗവർണർമാർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ബില്ലുകൾ അല്ലെങ്കിൽ പാസ്സാക്കി കഴിയുമ്പോൾ, നിയമസഭ പാസ്സാക്കുമ്പോൾ അത് പരിശോധിക്കാം, പക്ഷേ പിടിച്ചു വെച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കരുത്. ആർട്ടിക്കിൾ 200 ഇങ്ങനെ പറയുന്നു: സംസ്ഥാന നിയമനിർമ്മാണ സഭ ഒരു ബിൽ പാസ്സാക്കുമ്പോൾ അത് ഗവർണർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഗവർണർ ആ ബില്ലിന് അംഗീകാരം നൽകുകയോ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുകയോ ചെയ്തതായി പ്രഖ്യാപിക്കേണ്ടതാണ്. ബില്ലോ അതിലെ വ്യവസ്ഥകളോ പുനഃപരിശോധിക്കുന്നതിനോ താൻ ശുപാർശ ചെയ്യുന്ന ഭേദഗതികളുണ്ടെങ്കിൽ അതിൻ്റെ ഔചിത്യം പരിഗണിക്കാനോ വേണ്ടി ഗവർണർ എത്രയും വേഗം ബിൽ നിയമസഭയിലേക്ക് തിരിച്ചേക്കണമെന്ന് ആർട്ടിക്കിൾ 200 അനുശാസിക്കുന്നു. ഇത് നിയമനിർമ്മാണ സഭയ്ക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യകരമായ നിയന്ത്രണമാണ്. അതല്ലാതെ നിയമനിർമ്മാണ പ്രക്രിയ അലങ്കോലപ്പെടുത്താനുള്ള ലൈസൻസ് അല്ല എന്നാണ്. ഇപ്പോൾ ഗവർണർമാർ ചെയ്യുന്ന അലങ്കോലപ്പെടുത്തലാണ്. ഒന്നുകിലും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കുക, ഇല്ലെങ്കിൽ ഇനി അതിൽ വ്യക്തത വേണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഇടപെടൽ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതി എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പിടിച്ചു വെക്കുകയാണ്. ഇവിടെ നിന്നുള്ള ടീം തന്നെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഗവർണർമാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ആർട്ടിക്കിൾ 200 പ്രകാരം തങ്ങൾക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പരിശോധിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ പ്രക്രിയ സ്തംഭിപ്പിക്കാനുള്ള ലൈസൻസ് ആണെന്ന് അവർ കരുതുന്നു. അതിനാൽ അവർ പോക്കറ്റ് വീറ്റോ എന്നൊന്ന് കണ്ടെത്തി. പോക്കറ്റ് വീറ്റോ എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ് അർത്ഥം. അതായത് ബില്ലിന് അംഗീകാരം നൽകുകയോ നൽകാതെ പുനഃപരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയോ ചെയ്യാതിരിക്കുക. ഇത് ശുദ്ധമായ വിദ്വേഷ പ്രകടനമാണ്. നിയമസഭ പാസാക്കിയ ബില്ലിലൂടെ പ്രകടമാക്കപ്പെട്ട ജനഹിതത്തെ നിഷ്ഫലമാക്കുന്നതിനായാണ് ഇത് ഉപയോഗിക്കുന്നത്. ഭരണഘടനാപരമായി അംഗീകാരമുള്ള ഒരു പ്രക്രിയയല്ല പോക്കറ്റ് വീറ്റോ എന്നത്. ഒരു ബിൽ ഗവർണറുടെ മുന്നിൽ എത്തിയാൽ അത് അംഗീകരിക്കുകയോ തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിടുകയോ ചെയ്യാനാണ് ഗവർണർക്ക് അധികാരമുള്ളതെന്ന നിഗമനത്തിലാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് എത്തിയത്. ഈ ബെഞ്ച് പോക്കറ്റ് വീറ്റോ നിയമവിരുദ്ധമാക്കി. പിന്നീട് വിഷയം പരിഗണിച്ച 5 അംഗ ബെഞ്ച് ഈ നിഗമനങ്ങളെല്ലാം ശരിവെച്ചു. ഈ 2 ബെഞ്ചുകൾ തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
അത് ഉണ്ട് എങ്കിലും ഇവയൊന്നും സാധാരണ പൗരന്മാരെ ആശങ്കപ്പെടുത്തുന്നവയല്ല. ആ വിഷയങ്ങൾ നിയമപണ്ഡിതർക്ക് ചർച്ച ചെയ്യാൻ വിടാം. ഇനി സാധാരണ പൗരരുടെ ആശങ്ക എന്തൊക്കെയാണ്? ഒരു ബില്ലിന്മേൽ ഗവർണർ നടപടിയെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുന്നതിൽ ഇരു ബെഞ്ചുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക. ഇതിന് 2 അംഗ ബെഞ്ച് കർശനമായ സമയപരിധികൾ നിർദ്ദേശിച്ചപ്പോൾ 5 അംഗ ബെഞ്ച് അതിനോട് വിയോജിക്കുകയും പരിധി അസാധുവാക്കുകയും ചെയ്തു. ഭരണഘടനയിൽ നടപടിക്ക് കൃത്യമായ സമയപരിധി പരാമർശിക്കുന്നതിനാലാണ് വലിയ ബെഞ്ച് നിലപാട് സ്വീകരിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള അയവ്, വിവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിയമനിർമ്മാണ പ്രക്രിയ സമതുലനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെപ്പറ്റിയും ബെഞ്ച് ഊന്നി പറഞ്ഞു. സൈദ്ധാന്തികമായി ഭരണഘടനാപരമായി സ്വീകാര്യമായ തത്വങ്ങളാണ് ഇവയെല്ലാം. ഡോക്ടർ BR അംബേദ്കറുടെ മുന്നറിയിപ്പ് കൂടി സുപ്രീം കോടതി കണക്കിലെടുക്കേണ്ടതായിരുന്നു. തൻ്റെ സമാപന പ്രസംഗത്തിൽ മനുഷ്യൻ്റെ ബലഹീനതകളെ സൂചിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, ഒരു ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് നടപ്പാക്കേണ്ടവർ നല്ലവരല്ല എങ്കിൽ അത് മോശമായി മാറും എന്നുറപ്പാണ്. അതേസമയം ഭരണഘടന എത്ര മോശമാണെങ്കിലും അത് നടപ്പാക്കേണ്ടവർ നല്ലവരാണെങ്കിൽ ഭരണഘടനയും നല്ലതായി മാറും. നിലവിൽ ഗവർണർ പദവി വഹിക്കുന്ന അവരിൽ ചിലർ നല്ലവർ അല്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് അവരാരാണെന്നതിന് വായനക്കാർ തന്നെ ഉത്തരം കണ്ടെത്തട്ടെ. അവർ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ഭാരതത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയ ഒരു ബിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തടഞ്ഞു വെക്കപ്പെടുമ്പോൾ ഭരണഘടന നടപ്പാക്കുകയല്ല, കിടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ജനഹിതം അവിടെ തടസ്സപ്പെടുന്നു. നിയമസഭയ്ക്കെതിരായി നിന്ന് ഭരണഘടനയുടെ സന്തുലിതാവസ്ഥ തെറ്റിച്ച ഒട്ടേറെ ഗവർണർമാരുടെ ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജാർഖണ്ഡ്, കർണാടക, കേരളം, പഞ്ചാബ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ. സുപ്രീം കോടതിക്ക് മുന്നിൽ ഇവയുണ്ടായിരുന്നു. തകർക്കപ്പെട്ട ഈ സന്തുലിതാവസ്ഥ 5 അംഗ ബെഞ്ച് പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിശകലനം ചെയ്യുന്നതിൽ മികവ് പുലർത്തിയെങ്കിലും കോടതിക്ക് മുന്നിലുള്ള വസ്തുതകൾ ചിത്രീകരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്ന സൈദ്ധാന്തിക ചുറ്റുപാടുകളെ കോടതി കണക്കിലെടുത്താണ് നിഗമനങ്ങളിൽ എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ജനാധിപത്യത്തിൻ്റെയും നിയമവാഴ്ചയുടെയും സത്ത എന്നത് നിയമങ്ങൾ പാസാക്കാനുള്ള നിയമസഭയുടെ കഴിവാണ്. നിയമങ്ങൾ അന്യായമായും അറിഞ്ഞുകൊണ്ടും തടസ്സപ്പെടുത്തുമ്പോൾ യുക്തിക്ക് വേണ്ടിയുള്ള അപേക്ഷ മാത്രം ഫലരഹിതമാകും എന്നാണ് പി. ചിദംബരം പറയുന്നത്. പ്രസക്തമായ നിരീക്ഷണങ്ങളാണ്. ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പി. ചിദംബരം നേരിട്ട് പരാമർശിക്കുകയും ചെയ്യുന്നു. മറ്റ് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യവും ഗുരുതരമാണ്. ഗവർണർമാർ, ഇവിടുത്തെ നിയമസഭ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾ പിന്നെ എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഈ ഏകാധിപത്യ പ്രവണത അതിൻ്റെ തീവ്രതയിലേക്ക് കടക്കുന്ന ഘട്ടമാണിത് എന്നാണ്. അതിനനുസരിച്ച് കോടതി വിധികൾ കൂടി വരുമ്പോൾ ആ സാഹചര്യം കൂടുതൽ ബലപ്പെടും. കേന്ദ്ര സർക്കാർ BJPക്ക് അനിഷ്ടമുള്ള സർക്കാരുകളെ കൈകാര്യം ചെയ്യുന്നത് ഗവർണർമാരിലൂടെയാണ്. അങ്ങനെ ഗവർണർമാരുടെ രാജ്ഭവനുകൾ ലോക് ഭവനുകളായി ബോർഡ് മാറ്റുകയും യഥാർത്ഥ രാജാധിപത്യത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സമീപനം, ജനാധിപത്യത്തെ കവരുന്ന സമീപനം കാണിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ നിരീക്ഷണം കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഡോക്ടർ തോമസ് ഐസക് ഈ ബോർഡ് മാറ്റലിൻ്റെ സാഹചര്യത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതാണ്. അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ ഹിതത്തിനെതിരെ തൻ്റെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നിയമ ഭേദഗതി പോലും പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു താല്പര്യ വൈരുദ്ധ്യം ഉള്ളതായിട്ട് തോന്നും. ഈ ഗവർണർമാർക്ക് തോന്നുന്നില്ല. ഇതൊന്നു മാത്രം മതി രാജ്ഭവനെ ലോക്ഭവനായി പുനർനാമകരണം ചെയ്യുന്നതിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ. 2 ദിവസം മുമ്പാണ് കേരള ഗവർണർ അർലേക്കർക്കെതിരെ സുപ്രീം കോടതി വിമർശനം അതിരൂക്ഷമായി ഉന്നയിച്ചത്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ശുഭാൻഷു ധൂലിയ സമർപ്പിച്ച റിപ്പോർട്ടിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഗവർണർ നൽകിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ജസ്റ്റിസുമാരായ JB പാർദിവാലയും KV വിശ്വനാഥും ഉൾപ്പെട്ട ബെഞ്ച് വിമർശനം ഉയർത്തിയത്. കോടതിക്കും സംസ്ഥാന സർക്കാരുകൾക്കും മീതെയാണ് ഗവർണർ എന്ന ധാർഷ്ട്യമാണ് അർലേക്കർ അടക്കമുള്ളവരെ ഭരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും പുല്ലുവില നൽകാത്ത ഗവർണർമാർ അവരുടെ വീടിൻ്റെ പേര് മാറ്റി ജനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ പോവുകയാണത്രേ. കൊളോണിയൽ പാരമ്പര്യങ്ങൾ തിരസ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരുമാറ്റം എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഗവർണർ സ്ഥാനം തന്നെ കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയല്ലേ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകളാണ് BJPക്ക് ഇപ്പോൾ പഥ്യം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സത്തയ്ക്ക് അനുസൃതമായി
ഗവർണർ പദവിയെ കാണാൻ അവർ തയ്യാറല്ല. കൊളോണിയൽ പാരമ്പര്യം തിരസ്കരിക്കുന്നതിന് ഗവർണർ പദവിയെ വേണ്ടെന്ന് വയ്ക്കലാണ് ചെയ്യേണ്ടത്. രാജ്ഭവനും വേണ്ട, ലോക്ഭവനും വേണ്ട, സംസ്ഥാന നിയമസഭയും സംസ്ഥാന സർക്കാരുകളും മതി. സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ജനകീയതയുടെ മുഖംമൂടി നൽകാനാണ് റീബ്രാൻഡിംഗ്. BJP ഗവർണർമാർ ഇപ്പോൾ തന്നെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ഒട്ടേറെ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫെഡറൽ വ്യവസ്ഥയെ അവർ തുരങ്കം വയ്ക്കുകയാണ്. അതിനുള്ളൊരു ഉപായം മാത്രമാണ് രാജ്ഭവനിൽ നിന്ന് ലോക്ഭവനിലേക്കുള്ള മാറ്റം. അതായത് ഗവർണർ ഉപയോഗിച്ചുള്ള BJP കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം അവിടെ അവസാനിച്ചു. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് ഈ പേരുമാറ്റം എന്നുള്ളത് സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വരുന്നത്. നേരിട്ട് ജനങ്ങളിലേക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്ന സംസ്ഥാന സർക്കാരുകളെ മറികടന്ന് കണ്ണിൽ പൊടിയിടാനുള്ള ഏർപ്പാടുകളിലൂടെയുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത് എന്നുള്ള ആശങ്കാകുലമായ അന്തരീക്ഷത്തിലേക്കാണ് ഈ പേരുമാറ്റം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക. വരുന്നത് എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.